അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസം എന്ന വിഷയത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം എങ്ങനെയായിരുന്നു ചെലവഴിച്ചത്, എങ്ങനെയാണ് തുടങ്ങിയത്, ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ പറ്റി ആ ജീവിതത്തിലൂടെ ഒരു ഹൃദയസഞ്ചാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശക്ക്, അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ അർഹരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ ചെറിയ സംസാരം നബിയുടെ ഒരു ദിവസം എന്ന ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇരുട്ട് നിറഞ്ഞ രാത്രിയുടെ അന്ത്യയാമം, രാത്രിയുടെ അർദ്ധഭാഗം പിന്നിട്ടു. പ്രഭാതോദയത്തിന് ഇനിയും സമയമുണ്ട്. ത്വയ്ബയുടെ അന്തരീക്ഷത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന തണുത്ത കാറ്റിന്റെ തലോടൽ ആ കൊച്ചു മുറിയിലേക്കും ആ കൊച്ചു കുടിലിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. പട്ടണത്തിലും പരിസരത്തുമുള്ള ജനങ്ങളിലധികവും ഗാഢനിദ്രയിലാണ്. അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. പുതപ്പ് പുതച്ച് സ്വപ്നലോകത്ത് കഴിയുകയാണ്. പതിവനുസരിച്ച് റഹ്മാനായ, ജബ്ബാറായ, സർവശക്തനായ റഹ്മാനായ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നും ഭൂമിയുടെ അടുത്ത ആകാശത്തേക്ക്, ഭൂമിയോട് ഏറ്റവും അടുത്ത നിലയിലേക്ക് അവിടുന്ന് വന്നുകൊണ്ട് എൻ്റെ ദാസന്മാരോട് വിളിച്ചു ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനത് സ്വീകരിക്കാം. സമയം അർദ്ധരാത്രിയുടെ സമയത്ത് എണീറ്റ് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഉറപ്പാണ്. ആ സമയത്ത് അത് നമ്മുടെ ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും പിന്നെ ഇതൊക്കെ പറഞ്ഞതാണ്. ആ സമയം അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുന്ന സമയമാണ്. അപ്പോൾ ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടും. അപ്പോൾ അല്ലാഹു പറയാണ്, ആരെങ്കിലും ഈ സമയത്ത് എന്നോട് ചോദിക്കാനുണ്ടോ? പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാനത് കൊടുക്കാം. ഞാൻ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാം. ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ കനിഞ്ഞ് നൽകാം. പാപമോചനം ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാം. പാതിരാവിലെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും പുണ്യമുള്ളതാണ്. സർവലോക രക്ഷിതാവിന്റെ, സർവലോക സൃഷ്ടാവിന്റെ ഏറ്റവും പ്രിയങ്കരനും മുമ്പിൽ പാപങ്ങൾ അഖിലം മാപ്പ് നൽകപ്പെട്ടവരുമായ സമ്പൂർണദാസൻ, വരാനിരിക്കുന്നതും വന്നതും വരാനിരിക്കുന്നതും. ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധമായിരുന്നു ഇവിടുത്തെ ജീവിതം. ഒക്കെ പൊറുക്കപ്പെട്ടു കൊടുത്ത അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പൂർണദാസൻ എന്ന് പറയാം. പുണ്യ നബി കൃതജ്ഞതയോടെ, നന്ദിയോടെ മുഖം തടവിക്കൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഉറക്കം പൂർത്തിയായിട്ടില്ല, ഉറക്കച്ചടവുണ്ട്. പകൽ മുഴുവൻ ക്ഷീണിച്ച അവശനാണ്. മാനവികതയുടെ സന്മാർഗത്തെക്കുറിച്ചുള്ള ചിന്ത നബിയെ സമാധാനപൂർവ്വം ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. രഹസ്യത്തിലും പരസ്യത്തിലും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ രഹസ്യമാണെങ്കിൽ പരസ്യമാണെങ്കിൽ എപ്പോഴും അള്ളാഹുവിന്റെ ഓർമ്മകളാണ് പുണ്യ നബിയിൽ ഉണ്ടായിരുന്നത്. രക്ഷിതാവിന്റെ അളവറ്റ ഔദാര്യങ്ങളെ ഓർക്കുകയും വിസ്മരിക്കുകയും നാഥന്റെ സ്മരണ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഈ ദാസന്റെ ചുണ്ടുകൾ ഇവിടെയും ചലിച്ചു.
അല്പം ശബ്ദത്തിൽ മൊഴിഞ്ഞു, നാഥ, സർവസ്തുതിയും നിനക്ക് മാത്രം. താൽക്കാലിക മരണത്തിന് ശേഷം നീ വീണ്ടും ഞങ്ങൾക്ക് ജീവൻ നൽകി. മരണാനന്തര ജീവിതത്തിന്റെ ചെറിയൊരു മാതൃക കാണിച്ചു തന്നു. ഉറക്കത്തിൽ എണീറ്റപ്പോൾ പറയാം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നബിയുടെ ഒരു ദിവസത്തെ ചര്യ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ ഇതിൽ കടന്നു വരുന്നുണ്ട്. വളരെ മൂല്യവത്തായ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തേണ്ടതാണ്. ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പം നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തലഭാഗത്ത് തന്നെ സ്വാക്ക് പല്ല് തേക്കാനുള്ള ബ്രഷ്, പൊതുവിനുള്ള വെള്ളവും വെച്ചിരുന്നു. ഞങ്ങൾ പഠിച്ചവനോട് മലമൂത്ര വിസർജനത്തിന് മുമ്പ് പിശാചുക്കളിൽ നിന്നും അഭയം തേടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ശേഷം വിസർജനം നടത്തി. ശൗചത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. നമ്മളിൽ എപ്പോഴും അള്ളാഹിൻ്റെ ഓർമ്മ, ഓരോ കാര്യങ്ങളും അള്ളാഹിൻ്റെ കഴിവ് അവിടുന്ന് സ്മരിക്കും, നന്ദിയോടെ ഓർക്കും. രാജാതിരാജൻ എൻ്റെ ഈ മൂത്രം തടഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ അവൻ ആര് ചോദ്യം ചെയ്യാനാണ്? നോക്കണം. റസൂൽ പറയാം, മനുഷ്യന്റെ കർമ്മങ്ങൾ വെച്ചു നോക്കുമ്പോൾ അവനതിന് അർഹനുമാണ്. പക്ഷെ അള്ളാന്റെ ഒരു ഔദാര്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് മാത്രം എന്നിൽ നിന്നും ഈ ദുരിതത്തെ ദൂരീകരിക്കുകയും എനിക്ക് സൗഖ്യം കനിയുകയും നൽകുകയും ചെയ്തു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്അബ അന്നി അദാ വഅഫാനി. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്അബ അന്നി അദാ വഅഫാനി. വുളു ചെയ്യാൻ പോകുമ്പോഴും ഇലാഹി സ്മരണയിൽ നാവ് ചലിച്ചു. ആ സമയത്ത് ഒരു ദുആ ചെയ്തു. ഈ ദുആ വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് എഴുതി വെക്കാം. കാരണം പുണ്യ നബിയുടെ ജീവിതമാണ് നമ്മുടെ മാതൃക. പുണ്യ നബിയിലാണ് അള്ളാഹു നമുക്ക് മാതൃക കൽപ്പിച്ചിട്ടുള്ളത്. പുണ്യ നബിയെ പിൻപറ്റിയവർ വിജയിച്ചു, നബിയെ സ്നേഹിച്ചവർ വിജയിച്ചു. നിങ്ങൾ മുഹമ്മദിനെ പിൻപറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റി, നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിച്ചുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചുവെങ്കിൽ പരിശുദ്ധ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും വിലപ്പെട്ടതാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു ലക്കൽ മുൽക്കുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത മലിക്കുസ് സമാവാതി വൽ അർദ് വലക്കൽ ഹംദു അൻതൽ ഹഖ് വവഅദുൽ ഹഖ് വലിഖാഉക ഹഖ് വഖൗലുക ഹഖ് والجنة حق والنار حق والنبيون حق ومحمد حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت واغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت. അല്ലാഹുവേ, നിനക്ക് സ്തുതി. നീ ആകാശഭൂമികളുടെയും അവയിലുള്ളതിൻ്റെയും നാഥനാണ്. ദുആയുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. റബ്ബേ, നിനക്ക് സ്തുതി. നീ ആകാശഭൂമികളുടെ പ്രകാശമാണ്. നിനക്ക് സ്തുതി റബ്ബേ, നീ ആകാശഭൂമിയുടെ ഉടമസ്ഥനാണ്. നിനക്ക് സ്തുതി. നീ സത്യമാണ്. നിന്റെ വാഗ്ദാനം സത്യമാണ്. നിന്റെ വചനം സത്യമാണ്. നിന്നെ കണ്ടുമുട്ടും എന്നത് സത്യമാണ്. സ്വർഗം, നരകം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് ഒക്കെ സത്യമാണ്. അല്ലാഹുവേ, നിന്നെ ഞാൻ വഴിപ്പെടുന്നു, നിന്നിൽ വിശ്വസിക്കുന്നു, നിന്നിൽ ഭാരമേൽപ്പിക്കുന്നു, നിന്നിലേക്ക് മടങ്ങുന്നു, നിന്റെ സഹായത്താൽ പോരാടുന്നു, നിന്നോട് വിധി തേടുന്നു. എനിക്ക് പുറത്തു തരണമേ. മുൻപാപങ്ങളും പിൻപാപങ്ങളും പരസ്യങ്ങളും രഹസ്യ പരസ്യങ്ങളും മാപ്പാക്കണമേ.
മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും നീ തന്നെ. നീയല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല നാഥ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ബിസ്മില്ലാഹി ചൊല്ലി വുളു ആരംഭിച്ചു. ഇവിടെയും നാഥനെ മറന്നില്ല. അള്ളാഹിന്റെ ഓർമ്മ അവിടെയും കടന്നു വന്നു. അവനോടിരുന്നു, അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ. ഉളുവിലൂടെ പുറം വൃത്തിയാക്കുന്ന പോലെ അകവും ശുദ്ധമാക്കേണമേ. വിഭവങ്ങളിൽ ഐശ്വര്യം കനിയേണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വവസഅലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി. ആദ്യമായി പല്ല് വൃത്തിയാക്കി ദന്ത ശുചീകരണം നടത്തി. അത് മുൻ നബിമാരുടെ എല്ലാം സുന്നത്താണ്. അതില്ലാതെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളെക്കാൾ അത് ചെയ്തുകൊണ്ടുള്ള നമസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. പല്ല് ബ്രഷ് ചെയ്തതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം അതില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാൾ മഹത്വമാണെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം ഇരു കൈകളും പുഴവരെ കഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി കഴുകി വൃത്തിയാക്കി. ഒരു വുളുവിന്റെ രൂപമാണ് ഈ പറയുന്നത്. തുടർന്ന് താടി സഹിതം മുഖം കഴുകി. ആദ്യം വലതും ശേഷം ഇടതും കൈകൾ കഴുകി. കൈകൊണ്ട് തലമുടി തടകി, രണ്ട് ചെവികളും തടവി. ആദ്യം വലതും ശേഷം ഇടതും കാലുകൾ കഴുകി. കൈയിലെ പെരുവിരൽ കൊണ്ട് കാൽവിരലുകളിൽ ഇടകോർത്തു. വുളുവിന് ശേഷം ഇപ്രകാരം ദുആയിരുന്നു: അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖ്ഖിരീൻ. അല്ലാഹുവേ, പശ്ചാത്തപിക്കുന്നവരിലും ശുദ്ധിയുള്ളവരിലും നീ എന്നെ പെടുത്തേണമേ റബ്ബേ. ചൊല്ലുന്നവന് വേണ്ടി 8 സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും ഇഷ്ടമുള്ളതിൽ കൂടി അവൻ കയറുന്നതുമാണെന്ന് ഇമാം തിർമിദി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ പുണ്യമുള്ള പ്രാർത്ഥന, അതിന് ഓരോ പ്രാർത്ഥനയും വളരെ വിലപ്പെട്ടതാണ്. റസൂൽ നടത്തിയ പ്രാർത്ഥനകളാണ്, അല്ലാതെ അവിടെ നിന്നുള്ള പ്രാർത്ഥന അല്ല, എല്ലാവരുടെകളിലൊന്നും എഴുതി വെച്ചതല്ല. അത് റസൂൽ പറഞ്ഞതാണ്. റസൂലിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. വുളുവിന് ശേഷം മുറിയിലെത്തി. ചെറിയ മുറിയിൽ ഒരു ഭാഗത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്നുണ്ട്. അവരെ എഴുന്നേൽപ്പിക്കാതെ തന്നെ നമസ്കാരം ആരംഭിച്ചു. ആകെ 8 റക്അത്തുകൾ നമസ്കരിച്ചു. ആദ്യത്തെ 2 റക്അത്തുകൾ ഹ്രസ്വമായിരുന്നു. നമസ്കാരത്തിനിടയിലെ ചെറു ശബ്ദത്തിലുള്ള മധുരമായ ശബ്ദം മുറിയിൽ മുഴങ്ങി. മനോഹരമായ അവിടുത്തെ ഖുർആൻ പാരായണം മുറിയിൽ മുഴങ്ങി. സുജൂദുകൾ നീണ്ടു. അതിൽ രഹസ്യമായി നാഥനോട് സംസാരിച്ചു. 8 റക്അത്തുകൾക്ക് ശേഷം 3 റക്അത്ത് വിത്ർ നമസ്കരിച്ചു. സലാം വീട്ടിയതിനു ശേഷം സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം ചൊല്ലി. 8 റക്അത്തുകൾക്ക് ശേഷം 3 റക്അത്ത് വിത്ർ നമസ്കരിച്ചു. സലാം വീട്ടിയതിനു ശേഷം സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം ചൊല്ലി. നമസ്കാരാനന്തരം വലിയ വിനയവണക്കങ്ങളോടെ നാഥന് മുന്നിൽ കൈനീട്ടി ദുആ തുടങ്ങി. അളവറ്റ കാരുണ്യങ്ങളോർത്ത് കരഞ്ഞു. സമുദായത്തിന് വേണ്ടി ഇരന്നു. സ്വന്തം കാര്യങ്ങളും അപേക്ഷിച്ചു. ഗദ്ഗതങ്ങൾക്കിടയിൽ ദുആകൾ പൂർണ്ണമായും കേൾക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു ദുആ കേൾക്കാൻ സാധിച്ചു. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തെ മുൻനിർത്തി നിന്റെ കോപത്തിൽ നിന്നും നിന്റെ മാപ്പിനെ മുൻനിർത്തി നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. നിന്നെ പൂർണ്ണമായി സ്തുതിക്കാൻ എനിക്ക് കഴിയില്ല. നീ നിന്നെ കുറിച്ച് പറഞ്ഞ പോലെ നീ മഹത്വപൂർണനാകുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക അഊദു ബിക മിൻക ലാ ഹസീത അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ദുആ ചെയ്തതിന് ശേഷം അല്പം വിശ്രമിക്കാൻ കിടന്നു. സുബ്ഹിന്റെ നേരമായി. സയ്യിദുനാ ബിലാൽ
ഹബ്ശിയുടെ റളിയല്ലാഹു അൻഹു ഖണ്ഡത്തിൽ നിന്ന് ഉയർന്ന ആവേശവും അനുരാഗവും നിറഞ്ഞ ബാങ്കുലിയുടെ ശബ്ദം രാത്രിയുടെ ഇരുളിനെ കീറിമുറിച്ചു മുഴങ്ങി. ഏകനായ നാഥന്റെ സമുന്നതിയെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിലൂടെ ഒരു ഭാഗത്ത് മദീന ത്വയ്യിബയുടെ അന്തരീക്ഷവും മലകളും മലഞ്ചെരുവുകളും താഴ്വാരങ്ങളും ലഹരി പിടിച്ചതിലെ മണ്ണും മതിലും അതിയേറ്റുപാടി, മറുഭാഗത്ത് വലിയ ധൈര്യശാലികളായി അഭിനയിച്ചിരുന്ന വൃത്തികെട്ട പിശാചുക്കൾ ചെറുതെങ്കിലും വിപ്ലവകരമായി വചനങ്ങൾ കേട്ട് സഹിക്കവയ്യാതെ അലറി ഭ്രാന്തന്മാരെ പോലെ പിന്തിരിഞ്ഞോടി വികാര നിർഭരമായ രംഗം കൊണ്ട് സന്തോഷാധിക്യത്താൽ പറവകൾ നിയന്ത്രണം വിട്ട് ചലിച്ചതിനെ സ്വാഗതം ചെയ്തു. ഈ ബാങ്കുലിയെ അള്ളാഹുവിന്റെ പ്രിയങ്കരൻ, അള്ളാഹുവിന്റെ ഏറ്റവും അത്യുത്തമ സൃഷ്ടി, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കൂടി ഉണർന്നു. ബിലാലിന്റെ ശബ്ദത്തിന് മറുപടിയായി ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞു. ബാങ്കിലെ ഹയ്യ അലസ്സലാ എന്ന ഹയ്യാലകൾ കേട്ടപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് മുഴിഞ്ഞു. ബാങ്കിന് ശേഷമുള്ള പ്രത്യേക ദുആ ഓതി അല്ലാഹുമ്മ റബ്ബേ ആദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമാതിൻ മുഹമ്മദിനിൽ വസീല വൽ ഫദീല വദ്ദറജത റബ്ബിയ മഖാമം മഹ്മൂദൻ അല്ലദീ വഅത്ത. അവ ചെല്ലുന്നവർക്ക് തിരുശുപാർശ നിർബന്ധമാണെന്നും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും അവിടുന്ന് അരുളിയിട്ടുണ്ട്. തുടർന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. അതിൽ ഫാത്തിഹ ഓതിയോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് സംശയമുണ്ടാകും വിധം അത് വളരെ ഹ്രസ്വമായിരുന്നു. എന്നാൽ അവയിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ, ഇഖ്ലാസ് സൂറത്തുകൾ ഓതിയിരുന്നു. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഇതിനെ വളരെയധികം ഗൗനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജമാഅത്തിന് മുമ്പ് അത് നമസ്കരിക്കാൻ കഴിയാതെ പോയാൽ ഒറ്റപ്പെട്ട സ്വഹാബാക്കൾ ശേഷം അത് നമസ്കരിക്കുന്നു. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഇഹലോക വസ്തുക്കളെക്കാളൊക്കെ മഹത്തരമാണ്. അത് റസൂൽ ആ സുന്നത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. മസ്ജിദുൻ നബവിയിൽ നേരത്തെ മുതലേ ചില സഹാബികൾ ദിക്ർ സലാത്തുകളിൽ മുഴുകിയിരുന്നു. ബാക്കിയുള്ളവർ ബാങ്ക് കേട്ടപാടെ മസ്ജിദിലേക്ക് തിരിക്കുകയായി. ദൂരങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നതിനാൽ ജമാഅത്ത് അല്പം പിന്തിച്ചിരുന്നു. ഇതിനിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകിടന്ന് അല്പനേരം വിശ്രമിക്കും. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് മസ്ജിദിലേക്ക് നടന്നു നീങ്ങി. ആ അവസരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വജഅൽ ഫീ ലിസാനി നൂറൻ വജഅൽ ഫീ സമഇ നൂറൻ വജഅൽ ഫീ ബസറി നൂറൻ വജഅൽ ഖൽഫി നൂറൻ വഅമാമി നൂറൻ വജഅൽ മിൻ ഫൗഖി നൂറൻ വമിൻ തഹ്തി നൂറൻ അല്ലാഹുമ്മ അളിം ലീ നൂറാ. അല്ലാഹുവേ, എൻ്റെ മനസ്സും നാവും കണ്ണും കാതും മുമ്പും പിമ്പും മേലെയും താഴെയും പ്രകാശപൂരിതമാക്കണേ. വലതുകാലം ഒന്നിച്ച് പ്രകാരം ദുആയിരുന്നു കൊണ്ട് മസ്ജിദിലേക്ക് പ്രവേശിച്ചു. അഊദു ബില്ലാഹിൽ അളീം ബിവജ്ഹികൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലീ ദുനൂബി വഗ്ഫിർ ലീ അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, പിശാചിന്റെ ശല്യത്തിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ റബ്ബേ. എൻ്റെ പാപം പുറത്തു തരണമേ. എനിക്ക് വേണ്ടി കാരുണ്യ കവാടങ്ങൾ തുറക്കണമേ. നിസ്കരിക്കാനുള്ള ഒരുക്കമാണ്. നിസ്കാരസ്ഥലത്തേക്ക് തന്റെ ദൃഷ്ടി പതിപ്പിച്ചു. മസ്ജിദ് നിറഞ്ഞു നിൽക്കുന്നു. ഒന്നാം സഫിൽ അല്പം പോലും സ്ഥലമില്ല. ഇത് പരിശുദ്ധ നബിയുടെ പ്രേരണ ഫലമാണ്. അവിടുന്ന് അരുളി: അല്ലാഹും മലക്കുകളും ഒന്നാം സഫുകാരെ ആശീർവദിക്കുന്നു, അവരഭിവാദ്യം ചെയ്യുന്നു. ബാങ്കിന്റെയും
ഒന്നാം സഫിന്റെയും മഹത്വങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി ജനങ്ങൾ നറുക്കെടുപ്പ് നടത്തുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുത്തു. തങ്ങളുടെ ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞു. പരിശുദ്ധ റസൂലും ആ വാക്കുകൾ, ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞു. പക്ഷേ ഖദഖാമത്തിന്റെ സ്ഥാനത്ത് എന്ന് പ്രതിവചിച്ചുകൊണ്ട് മുമ്പിലെത്തി ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അരുളി, സ്വഫുകൾ നേരെയാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു ഭിന്നതയുണ്ടാക്കും. ഉടനടി സ്വഫുകൾ നേരെയായി, തോളുകൾ പരസ്പരം അടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ ചൊല്ലിക്കൊണ്ട് നമസ്കാരം ആരംഭിച്ചു. ഫാത്തിഹയും ശേഷം തക്ബീർ സൂറത്തും ഓതി. ഹൃദ്യവും സുന്ദരവുമായ പാരായണം സഹാബികളുടെ മനസ്സിൽ അത്ഭുതകരമായ പ്രതിഫലനം സൃഷ്ടിച്ചു. അത് ആദ്യമായി കേൾക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. തികഞ്ഞ വിനയഭക്തി സമാധാനങ്ങളോടെ നമസ്കാരം പൂർത്തിയായി. സലാം വീട്ടിയ ശേഷം തങ്ങൾ തിരിഞ്ഞിരുന്നു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി ഖിയാമത്തിൽ സാക്ഷിയാകാൻ വിരൽ കൊണ്ട് എണ്ണം പിടിച്ചു. ഇവ ചെല്ലുന്നവരുടെ പാപങ്ങൾ സമുദ്രത്തിലെ നുരകൾക്ക് തുല്യമാണെങ്കിലും, പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവരുടെ പാപങ്ങൾ സമുദ്രത്തിലെ നുരകൾക്ക് തുല്യമാണെങ്കിലും പൊറുക്കപ്പെടുമത്രേ. സമുദ്രത്തിന്റെ നിരകൾ കണക്കാണതെങ്കിലും അത് പൊറുക്കപ്പെടുമത്രേ. ശേഷമാണ് 10 പ്രാവശ്യം ചൊല്ലി. സുബഹിക്കും മഗ്‌രിബിനും ശേഷം ഇത് ചൊല്ലുന്നവർക്ക് 10 നന്മകൾ എഴുതപ്പെടുന്നതും 10 തിന്മകൾ മാപ്പാക്കപ്പെടുന്നതും 10 ദറജകൾ ഉയർത്തപ്പെടുന്നതുമാണ്. ആ ദിവസം പിശാചിന്റെ ശല്യത്തിൽ നിന്ന് സുരക്ഷിതനായിരിക്കും, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. ശേഷം അല്പം ദുആയിരുന്നു. ആ ദുആയുടെ ചില ഭാഗങ്ങൾ: അസ്ബഹനാ വഅസ്ബഹൽ മുൽക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൻ ഹാദൽ യൗം ഫതഹഹു വനസ്റഹു വനൂറഹു വബറകഹു വഅദാഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വശർരി മാ ബഅദഹു അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂത് വഇലൈക നുശൂർ റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമ ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവേ, ഈ ദിവസത്തിന്റെ വിജയവും സഹായവും പ്രകാശവും ഐശ്വര്യവും സന്മാർഗവും ഞാൻ നിന്നോടിരക്കുന്നു. ഇതിന്റെയും ശേഷമുള്ളതിന്റെയും നാശത്തിൽ നിന്ന് അഭയം തേടുന്നു. അല്ലാഹുവേ, നീ ഉദവി കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലും നിന്റെ ഉദവി കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും എത്തിച്ചേരുന്നു, ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. നിന്നിലേക്ക് മടക്കം റബ്ബേ. സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സദസ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ സൂര്യൻ ഉദിച്ചു. ഒരു കുന്തത്തിന്റെ അളവിൽ സൂര്യൻ ഉയർന്നതോടെ തിരുസദസ്സിന് സമാപനമായി. എഴുന്നേറ്റപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കുകയും പാപമോചനം ഇരക്കുകയും ചെയ്തു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അവിടുന്ന് അരുളി, സദസ്സിലുണ്ടായ പാപങ്ങൾക്ക് ഈ ദുആ പരിഹാരമാകുന്നതാണ്. 4 റക്അത്ത് ഇശ്റാഖ് നമസ്കരിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, പാപങ്ങൾ സമുദ്രത്തിലെ നിരകൾ തുല്യമായിരുന്നാലും ഈ നമസ്കാരം കാരണം അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നതാണ്. ഇതിലൂടെ സ്വീകാര്യമായ ഹജ്ജ് ഉംറകളുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇശ്റാഖ് നമസ്കാരത്തിന്റെ പ്രതിഫലമാണ് അവിടെ പറഞ്ഞത്. ശേഷം വീട്ടിലേക്ക് പുറപ്പെട്ടു. മസ്ജിദിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇടങ്കാലം നിന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ബിസ്മില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ അഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫദ്ലിക്
അല്ലാഹുവേ, നിന്റെ ഔദാര്യവും കാരുണ്യവും ഞാൻ ചോദിക്കുന്നു. സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രവേശിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നുണ്ടായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ജുവൈരിയ, ഞാൻ പോയത് മുതൽ മടങ്ങി വരുന്നത് വരെ നീ അവസ്ഥയിലായിരുന്നു? ഞാൻ പോകുമ്പോഴും നീ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ നീ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണോ ജുവൈരിയ? അപ്പൊ പറഞ്ഞു, അതെ. ലോകാനുഗ്രഹി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഇതിന്റെ 3 പ്രാവശ്യം ചില വചനങ്ങൾ ചൊല്ലി അത് നിന്റെ പകൽ മുഴുവനുമുള്ള ദിക്റുകൾക്ക് പകരമാകുന്നതാണ്. നീ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് പകല് മുഴുവൻ ചൊല്ലിയാലും ഞാൻ ചൊല്ലിയ ഈ 3 ദിക്ർ മതി അതിന് പകരം വെക്കാൻ. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി. പരിശുദ്ധമായ മുറിയിൽ ഗറ എന്ന പേരുള്ള ഒരു വലിയ പാത്രമുണ്ടായിരുന്നു. അതിൽ ശരീര ചാറി മുക്കിയ റൊട്ടി ഉണ്ടായി. 4 ആളുകൾ അതെടുത്ത്, വലിയ പാത്രമാണ് ഈ ഗറ, അതെടുത്ത് മസ്ജിദിലേക്ക് കൊണ്ടുപോയി തങ്ങളും അവരോടൊപ്പം പോയി സുഫയിലുള്ള സഹാബികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അരുളി, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഭക്ഷിക്കുക. എല്ലാവരും അരികിൽ നിന്ന് കഴിച്ചു തുടങ്ങി. ആഹാരമര്യാദകൾ പഠിച്ചിട്ടില്ലാത്ത ചില നവമുസ്ലിങ്ങൾ, വിശ്വാസികളായ പൊതുവിശ്വാസികൾ, നടുഭാഗത്ത് നിന്ന് എടുത്തു കഴിച്ചപ്പോൾ തങ്ങൾ അരുളി സല്ലല്ലാഹു അലൈഹി വസല്ലം, അരികിൽ നിന്ന് ഭക്ഷിക്കുക. മധ്യഭാഗത്ത് ഐശ്വര്യം ഇറങ്ങുന്നതാണ്, ബർക്കത്ത് ഇറങ്ങുന്ന സ്ഥലങ്ങൾ അരികിൽ നിന്ന് കഴിക്കാനാണ്. ലോകനായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ എന്ന സഹാബിയെ നമസ്കാര സമയവും അല്ലാത്തപ്പോഴും പതിവിന് വിരുദ്ധമായി മസ്ജിദിൽ കാണുന്നില്ല. എപ്പോഴും പള്ളിയിൽ ഇരുന്നിരുന്ന സഹാബിയാണ് അബൂ ഉമാമ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എന്താണ് കാര്യം? അബൂ ഉമാമ എന്താണ് ഇപ്പോൾ കാണാത്തത്, പള്ളിക്ക് വരാത്തത്? അങ്ങനെ അബൂ ഉമാമയെ കണ്ടപ്പോൾ ചോദിച്ചു. അബൂ ഉമാമ പറഞ്ഞു, തങ്ങളെ, കടം കാരണം പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നു. കടം കാരണം, അപമാനം കാരണം പുറത്തിറങ്ങാൻ വയ്യ. ലോകാനുഗ്രഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ഉമാമ, ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം, അതുമൂലം കടം വീടുകയും ദുഃഖം മാറുകയും ചെയ്യും. അപ്പൊ അബൂ ഉമാമ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ പഠിപ്പിച്ചു തന്നാലും തീർച്ചയായും അങ്ങ് പറഞ്ഞു തന്നാലും. കാരുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രാവിലെയും വൈകുന്നേരം ഈ ദുആ ഓതുക. ഏത് ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദീൻ വഖഹ്റിർ റിജാൽ. കടം മാറാൻ, കടം വീടാനുള്ള ദുആ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹുവേ, ചിന്ത, ദുഃഖം, അശക്തി, അലസത, ഭീരുത്വം, പിശുക്ക്, കടഭാരം, ജനങ്ങളിൽ നിന്നുള്ള ആക്രമം, അപമാനം, ഇവയിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിരിക്കുന്നു. അബൂ ഉമാമ എന്ന ഈ സഹാബി പറയുകയാണ്, ഏതാനും ദിവസം ഞാൻ ഇപ്രകാരം ചെയ്തപ്പോൾ എന്റെ ദുഃഖവും സങ്കടവും കടവും ഒക്കെ നീങ്ങി എന്ന് ഈ സഹാബി വിവരിക്കുന്നുണ്ട്. നന്മകളുടെ വർധനവിനെ കുറിച്ച് സദാ ചിന്തിച്ചിരുന്ന ചില സാധുക്കൾ തിരുസന്നിധിയിൽ ഹാജരായി പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, സമ്പന്നർ ഞങ്ങളെ കവച്ചു വെച്ചിരിക്കുന്നു, അവർ ഞങ്ങളെ കവച്ചു കടന്നിരിക്കുന്നു. നമസ്കാരവും നോമ്പും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ, എന്നാൽ സമ്പത്ത് ഉപയോഗിച്ച് ഹജ്ജും ഉംറകളും ജിഹാദും സ്വതക്കയും ചെയ്യുന്നു. സഹാബാക്കൾ ഇതിനോട് വന്ന് പറഞ്ഞാണ്, ഇതിൽ പണക്കാര് ഞങ്ങളെ കവച്ചു വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ട്,
അതുകൊണ്ട് ഒരു അജ്ജിനും ഉമ്മപ്പൊക്കെ പോകും. നമസ്കാരമൊക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ചു വരാൻ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അവർ കൂടുതൽ ചെയ്യുന്നു. കാരണം അവർക്ക് പോകാൻ അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്. ഇതിന് പകരമായി ഞങ്ങൾക്ക് ഇതിന് കഴിയുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം. അതിലൂടെ മുൻഗാമികളെക്കാളും പിൻഗാമികളെക്കാളും നിങ്ങൾ ഉത്കൃഷ്ടരാകുന്നതാണ്. അതുപോലെ ചെയ്യുന്നവർ മാത്രം നിങ്ങളെ മുൻകടക്കുന്നതാണ്. എല്ലാ നമസ്കാരത്തിന് ശേഷവും 33 വട്ടം സുബ്ഹാനല്ലാഹ്. ഇതിനു മുമ്പ് നമ്മൾ ഈ ദിക്റിന്റെ മഹത്വം പറഞ്ഞു. വീണ്ടും പരിശുദ്ധ റസൂൽ പറയാണ്, എല്ലാ നമസ്കാരത്തിന് ശേഷവും 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ചൊല്ലുക. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കമ്പോളത്തിലേക്ക് യാത്രയായി. വീട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങാടിയിലേക്ക് യാത്രയായി പരിശുദ്ധ റസൂൽ. അങ്ങാടിക്ക് പോകുമ്പോഴും ദുആ ചെയ്തു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇപ്രകാരം ചൊല്ലുന്നവരോട് പറയപ്പെടുന്നതാണ്, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശൈത്താൻ അവരിൽ നിന്ന് ദൂരത്താകുന്നതാണ്. ഓരോ ദുആയും അതിൻ്റെ മഹത്വവും നമുക്ക് എത്ര ദുആ ചെയ്യും, എത്ര ദിക്റുകൾ, എത്ര ദുആകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദുആകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മസ്ജിദിനടുത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം പറഞ്ഞു, മക്കളെ, കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും. സിറിയയിലേക്കുള്ള വഴിയിൽ മദീനയിൽ തന്നെ ഒരു തുറന്ന സ്ഥലത്ത് ദിവസവും ചന്ത കൂടാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് തങ്ങൾ ഈ കച്ചവട മാർക്കറ്റിൽ, ഈ അങ്ങാടിക്ക് പ്രവേശിക്കുന്നത്. നബി തങ്ങൾ അരുളി സല്ലല്ലാഹു അലൈഹി വസല്ലം, കമ്പോളത്തിൽ വെച്ച്, കച്ചവട സ്ഥലത്ത് വെച്ച് ഇത് ചെല്ലുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കപ്പെടുന്നതാണ്. സാഹിർ ഇബ്നു ഹുസാം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാൻ സൗന്ദര്യമില്ലാത്ത ആളാണ്, കുറച്ചൊരു സൗന്ദര്യം കുറഞ്ഞ ആളാണ്. ഗ്രാമത്തിൽ നിന്നും പച്ചക്കറി വിൽപ്പനക്കായി മദീനയിൽ കൊണ്ടുവരലാണ് എൻ്റെ ജോലി. ഞാൻ ഗ്രാമത്തിൽ വസിക്കുന്ന ആളാണ്. അപ്പൊ അവിടുന്ന് പച്ചക്കറി കൊണ്ടുവന്നിട്ട് മദീനയിലെ മാർക്കറ്റിൽ കൊണ്ടുവന്നു. അതിൽ കുറച്ച് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയായി നൽകാറുണ്ട്. അപ്പൊ തങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് പകരം നൽകും ഹദിയായിട്ട്. ഒരിക്കൽ പതിവനുസരിച്ച് ഞാൻ പച്ചക്കറികൾ വിൽക്കുകയായിരുന്നു. പൊടുന്നനെ ഒരാൾ എൻ്റെ പിന്നിൽ നിന്നും എന്നെ ചുറ്റിയെടുത്ത് ഉയർത്തി. എനിക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ഇയാൾ ആരാണ്? എന്നെ വിടുക. പിന്നീട് അത് എൻ്റെ പ്രിയങ്കരനായ അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ ബർക്കത്ത് ലഭിക്കാൻ എൻ്റെ മുതുകിനെ നബി തങ്ങളുടെ അനുഗ്രഹീത നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഈ അടിമയെ വാങ്ങാൻ ആരാണുള്ളത്? അപ്പൊ സാഹിർ പറഞ്ഞു, നബിയെ, എന്നെ ആര് വാങ്ങാനാണ്? ഞാൻ വളരെ വില കുറഞ്ഞവനല്ലയോ? റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിങ്കൽ വില കുറഞ്ഞവനല്ല, അല്ലാഹുവിങ്കൽ നിങ്ങൾ വിലയുള്ളവനാണ്. അങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നിത്തങ്ങൾ ചുറ്റിക്കറങ്ങി ഓരോ കച്ചവടക്കാരൻ്റെയും അരികിൽ ചെന്നു. ചിലപ്പോൾ കച്ചവടക്കാരനായിരിക്കും സലാം പറയുക, ചിലപ്പോൾ നിത്തങ്ങൾ. ഒരിടത്ത് വിൽപ്പനക്ക് ധാന്യങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. കച്ചവടം ചെയ്യാൻ ധാന്യങ്ങൾ. നിബിതങ്ങൾ തന്റെ അനുഗ്രഹീത കരം ആ ധാന്യത്തിലൂടെ പ്രവേശിപ്പിച്ചു. നോക്കിയപ്പോൾ നനഞ്ഞ ധാന്യം പുറത്തേക്ക് വന്നു. നിബിതങ്ങൾ ചോദിച്ചു, ഇതെന്താണ്? കച്ചവടക്കാരൻ പറഞ്ഞു, മഴ പെയ്തതുകൊണ്ട് നനഞ്ഞതാണ്. അപ്പൊ നിബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ പിന്നെ നനഞ്ഞ ധാന്യം മുകളിലിടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആളുകളെ പറ്റിക്കലല്ലേ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. ഇത് മുകളിലിടുമ്പോൾ ആളുകൾ കാണുന്നു, ഇത് അവരെ പറ്റിക്കലല്ലേ, ചതിക്കലല്ലേ. ഇതിന്റെ ഉള്ളിൽ വെച്ചാൽ ഇത് ജനങ്ങൾ കാണുമോ? വഞ്ചന നടത്തുന്നവർ നമ്മളിൽ പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ അരുളി, സത്യസന്ധനായ വ്യാപാരി നാളെ ഖിയാമത്ത് നാളിൽ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ എന്നിവരോടൊപ്പം വരുന്നതാണ്, അവരോടൊപ്പമായിരിക്കും.
ഒരാൾ നന്മയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, എന്നാൽ ഇടപാടുകളിൽ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തിരുന്നു. ഇടപാടുകൾക്കാർക്ക് മാപ്പ് കൊടുക്കാൻ ജോലിക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെക്കാൾ മാപ്പ് കൊടുക്കാൻ ഞാനാണ് അർഹൻ എന്ന് അരുളിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. മൂന്ന് പേരോട് അള്ളാഹു ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയോ അവരെ നോക്കുകയോ ചെയ്യുന്നതല്ല. 3 വിഭാഗം ആൾക്കാർ ആരൊക്കെന്നല്ല, അവർക്ക് കഠിന ശിക്ഷയുമുണ്ട്. ഒന്നാമത്തെ ആളുകൾ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചു വെക്കുന്നവർ. 2 ഉപകാരം എടുത്ത് പറയുന്നവർ. 3 കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്നവർ. ഈ 3 വിഭാഗത്തിൽ നേരെ നോക്കൂല. കമ്പോളത്തിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വഴിയിൽ 2 ആളുകൾ വഴക്കുണ്ടാക്കുന്നത് കണ്ടു. തങ്ങൾ ചോദിച്ചു, ആ കൂട്ടത്തിലുള്ളവരോട് അരുളി, എനിക്കൊരു വാചകമറിയാം, അവരത് പറഞ്ഞാൽ അവരുടെ കോപം മാറുന്നതാണ്. നിങ്ങളുടെ ദേഷ്യം മാറാൻ ഞാൻ നിങ്ങൾക്കൊരു വാചകം പറഞ്ഞു തരട്ടെയോ, ഒരു വാക്ക് പറഞ്ഞു തരട്ടെയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മാത്രം പരിശുദ്ധ റസൂൽ പറഞ്ഞു. കോപത്തിന്റെ ബന്ധം പിശാചുമായിട്ടാണ്. പിശാചിനെ പടക്കപ്പെട്ടത് തീയിൽ നിന്നുമാണ്. വെള്ളം കൊണ്ട് തീ അണക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം വന്നാൽ വുളു ചെയ്യുക. മസ്ജിദിനടുത്ത് എത്തിയപ്പോൾ ഒരു കാട്ടറബിയെ കണ്ടുമുട്ടി. അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഖിയാമത്ത് നാളെന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്, എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അവരോടൊപ്പമായിരിക്കും നാളെ ഖിയാമത്ത് നാളിലെന്നും നാളെ പരലോകത്തെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തു. അങ്ങാടിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഖബർസ്ഥാനിനരികിലൂടെ കടന്നു പോയപ്പോൾ അവിടെയുള്ള ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകം ദുആയിരുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അൻത സലഫുനാ വനഹ്നു ബില്ലാസർ. ദുആയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖൈറുൽ മൗലിജ് വഖൈറുൽ അഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ അലല്ലാഹി റബ്ബന തവക്കൽനാ. വീട്ടിൽ നിന്നുള്ള ഇറക്കവും വീട്ടിൽ കയറലും നന്മ നിറഞ്ഞതാക്കണമേ. അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ വീട്ടിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്നു. ശേഷം വീട്ടുകാർക്ക് സലാം പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നതിനാൽ കഴിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഇപ്രകാരം ചോദിക്കുക പതിവായിരുന്നു. ഒന്നുമില്ല എന്ന് മറുപടി ഉണ്ടായാൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ആരപ്പ കൊണ്ടുവരാം, ഞാൻ കൊണ്ടെന്ന് വെക്കാൻ പറഞ്ഞു. ഉടനെ വിരിപ്പ് വിരിച്ച് തങ്ങൾ കൈ കഴുകി ബിസ്മില്ലാ പറഞ്ഞു. തള്ളവിരല്, ചൂണ്ടുവിരല്, മധ്യവിരല്, ഈ 3 വിരലുകൾ കൊണ്ട് കഴിച്ചു തുടങ്ങി. ഇന്ന് കൂട്ടത്തിൽ യുവ സ്വഹാബിയായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പാത്രത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഭക്ഷിക്കുന്നതിന് പകരം പല ഭാഗത്തു നിന്നും ഭക്ഷിക്കാൻ തുടങ്ങി. ഇപ്പൊ തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാ പറഞ്ഞു വലത് കൈ കൊണ്ട് അരികു ഭാഗത്ത് നിന്ന് ഭക്ഷിക്കുക. ലോക ജനതയ്ക്ക് അവിടുന്ന് ഭക്ഷണ മര്യാദ പഠിപ്പിക്കുകയാണ് ഈ സഹാബിയിലൂടെ. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവ്വലു ആഖിറു എന്ന് ചൊല്ലുക. താഴെ ഉരുള വീണാൽ അത് വൃത്തിയാക്കി ഭക്ഷിക്കുക. ബറക്കത്ത് എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നത് പിശാചാണ്. ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളത് തടഞ്ഞു. എന്നിട്ട് അയാൾ ഇടത് കൈ കൊണ്ട് തന്നെ ഭക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ ഭക്ഷിക്കല്ലേ. ആഹാരത്തിന് ശേഷം വിരലുകൾ ഉറിഞ്ചി പാത്രം വൃത്തിയാക്കി. പാത്രം ആഹരിച്ചവന്റെ പാപമോചനത്തിന് ദുആയിരിക്കുന്നതാണെന്ന് അരുളി. തുടർന്ന് ദുആയിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅൽനാ മുസ്ലിമീൻ. അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. അവൻ നമ്മെ തീറ്റിച്ചു, അവൻ കുടിപ്പിച്ചു,
അവൻ നമ്മെ കഴിപ്പിച്ചു, കുടിപ്പിച്ചു, മുസ്ലിമാക്കുകയും ചെയ്തു. പാത്രമെടുത്തപ്പോഴും ദുആയിരുന്നു അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ഗൈറ മഖ്ഫി വലാ മുവദ്ദഅ വലാ മുസ്തഗ്നിയൻ റബ്ബനാ. അല്ലാഹുവിനാണ് അധികരിച്ചതും സുന്ദരവും അനുഗ്രഹീതമായ സ്തുതികീർത്തനങ്ങൾ. ആഹാരത്തിന് ശേഷം ആദ്യം പാത്രമെടുക്കേണ്ട, ശേഷം ഭക്ഷിച്ചയാൾ എഴുന്നേൽക്കുക. കൂട്ടത്തിലുള്ളവർ കഴിച്ചു കഴിയുന്നതുവരെ മറ്റുള്ളവർ എഴുന്നേൽക്കരുത്. ശേഷം കൈ കഴുകി കുറച്ചു നേരം കിടന്ന് വിശ്രമിച്ചു. ഒരുപാട് ഭക്ഷണ മര്യാദകളിലൂടെ പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്നിച്ച് എഴുന്നേൽക്കാന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കൂട്ടത്തിൽ ഉള്ളവർ കഴിച്ചു കഴിഞ്ഞവരെ മറ്റുള്ളവർ എഴുന്നേൽക്കരുത്. കുറച്ചാളുകളൊക്കെ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ കാര്യമായിട്ട് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പതിവിന് വിപരീതമായി എന്തോ ആവശ്യമുള്ളതിനാൽ അനുവാദം വാങ്ങി വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഭവനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം നബി തങ്ങൾ ഉച്ചവിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് നമസ്കാരത്തിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. തങ്ങളെ കണ്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. തങ്ങൾ ചോദിച്ചു, ഉമറെ എന്തിനാണ് കരയുന്നത്? റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ അനുഗ്രഹീത ശരീരത്തിൽ ഈത്തപ്പന ഓലയുടെ ഈത്തപ്പന പാഴയുടെ അടയാളം കണ്ടിട്ട് കരഞ്ഞതാണ്. ഖൈസറും കിസ്റയും ആഡംബരങ്ങളിൽ കഴിയുന്നു. അല്ലാഹുവിന്റെ ദൂതരാകട്ടെ ഈ ദുരിതത്തിൽ. ഇരുലോകനായകൻ പരിശുദ്ധ റസൂല് പറഞ്ഞു, ഉമറെ ഇക്കാര്യത്തിൽ അവർ ദുനിയാവിലും നമുക്ക് ആഖിറത്തിലും ലഭിക്കുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലയോ? റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും അത് മതി. അവർക്ക് ദുനിയാവിലെ ഉള്ളൂ ഉമറെ, നമുക്ക് ആഖിറത്തിലാണ് ഉമറെ. കൃത്യസമയത്ത് തന്നെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ളുഹർ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുത്തു. തങ്ങൾ വുദൂഎടുത്ത് വീട്ടിൽ വെച്ച് തന്നെ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. എന്നിട്ട് അരുളി, ആകാശത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്ന സമയമാണിത്. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ സൽപ്രവർത്തനങ്ങൾ മുകളിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പുള്ള സുന്നത്തിനെ പോലെ ഈ 4 റക്അത്തുകളും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധാപൂർവം നിർവഹിച്ചിരുന്നു. വല്ല തിരക്കും കാരണം അത് നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് നിർവഹിച്ചിരുന്നു. ളുഹറിന് മുമ്പും പിമ്പും 4 റക്അത്ത് വീതം പതിവാക്കിയവരുടെ മേൽ നരകം നിഷിദ്ധമാണെന്ന് അരുളിയിട്ടുണ്ട്. ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലെത്തി. തങ്ങളെ കണ്ടപ്പോൾ സയ്യിദുനാ ബിലാൽ ഇഖാമത്ത് കൊടുത്തുകൊണ്ട് തങ്ങൾ മുസല്ലയിൽ കയറി നമസ്കാരം നിർവഹിച്ചു. സുബഹി പോലെ ആദ്യത്തെ റക്അത്ത് രണ്ടാമത്തെ റക്അത്തിനേക്കാൾ അല്പം നീണ്ടതായിരുന്നു. നബി തങ്ങൾ പതുക്കെയാണ് ഓതിയതെങ്കിലും അടുത്ത് നിന്നവർക്ക് ചെറിയ ശബ്ദത്തിൽ കേൾക്കാമായിരുന്നു. ലുഖ്മാൻ, ദാരിയാത്ത് സൂറത്തുകളിൽ ആയത്തുകൾ ഓതിയതായി സഹാബികൾ കേട്ടിട്ടുണ്ട്. സലാമിന് ശേഷം തിരിഞ്ഞിരുന്ന അല്പം ചെറിയ ശബ്ദത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലി ഏതാനും ദുആകളിരുന്നു. اللهم أنت السلام ومنك السلام تبارك ذا الجلال والإكرام لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവർക്ക് അല്ലാഹുവിൽ നിന്ന് സ്വർഗ്ഗവാഗ്ദാനമുണ്ടെന്ന് അരുളിയിരുന്നു. എഴുന്നേറ്റപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ദൃഷ്ടിയിൽപ്പെട്ടു. നിത്തങ്ങൾ അരുളി, മുആദേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് മുആദേ. അതിനാൽ ഞാൻ പറയട്ടെ, എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇപ്രകാരം ദുആയിരക്കാൻ നീ മറക്കരുത്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ സഹാബിനെ കണ്ടു. മുആദിനോട് പറഞ്ഞു, മുആദേ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നീ എല്ലാ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ദുആയിരക്കണേ. اللهم إني على ذكرك وشكرك وحسن عبادتك. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി രേഖപ്പെടുത്താനും നല്ല നിലയിൽ ആരാധിക്കാനും നിന്നെ നീ സ്നേഹിക്കണമേ എന്നതിലർത്ഥം. ശേഷം നബി തങ്ങൾ വീട്ടിലേക്ക് പോയി സുന്നത്ത് നമസ്കരിച്ചു. തങ്ങൾ അനുകരിച്ച ചില സഹാബികളും അതുപോലെ ചെയ്തു. എന്നാൽ സുഫക്കാരും മറ്റുമായ അധിക സഹാബികളും മസ്ജിദിൽ തന്നെ ഫർദ് നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇപ്പം മാറി നിന്നു.
സുന്നത്തുകൾ നമസ്കരിച്ചു.